ആ ഇതം എന്നറിയപ്പെടുന്ന ഇത് വേറെയല്ല. ഇത് വളരെ സിമ്പിളായിട്ട് പറയുക. ഇത് മകൾ, ഇത് അച്ഛൻ, ഇത് അമ്മ, ഇത് അനിയൻ, ഇത് ചേട്ടൻ, ഇത് പുടവ, ഇത് കത്തി, ഇത് വാള്, ഇങ്ങനെ ഇത് എന്നറിയുന്ന ഈ അറിവുകൾ എല്ലാം ഒന്നിച്ച് എടുത്ത് ഇത് എന്ന് പറഞ്ഞാൽ, ഇതം എന്ന് പറഞ്ഞാൽ ഇത് വേറെയല്ല. ഇതം ജഗത് ഈശനാണ് എന്ന് സംസ്കൃതത്തിൽ പറഞ്ഞത് അല്ലയോ നായന്മാരെ, ചോകോന്മാരെ, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ നല്ല മലയാളം പറഞ്ഞുതരാം. ഇനി അത് പഠിച്ചില്ല എന്ന് പറഞ്ഞ് വഴക്കൊന്നും ഉണ്ടാക്കാൻ പോണ്ട, ഇത് പഠിച്ചോളാൻ. മനസ്സിലായില്ല? ഈ ഭാഷയാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തതെങ്കിൽ ഇത് പച്ച മലയാളം. ഇതും നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം അതും മനസ്സിലാവില്ല, ഇതും മനസ്സിലാകാത്തതിന് കാരണം നിങ്ങൾ ഇതെല്ലാം വേറെയാണെന്ന് വിചാരിക്കുക. ഇത് വേറെയല്ല, ഇതെല്ലാം ഏകമാണ്. അറിയപ്പെടും ഇത് ജഗത്, അത് വേറെയല്ല, അത് അറിവ് തന്നെയാണ്. അറിയപ്പെടുന്ന ഈ ദൃശ്യപ്രപഞ്ചം ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, അതെങ്ങനെയാ പുരോഗമിക്കുന്നതെന്ന് ലാസ്റ്റ് നമുക്ക് കാണാം. അവിടെ കൊണ്ടെത്തിക്കും, ആ തലത്തിൽ കൊണ്ടെത്തിക്കും ഗുരുദേവൻ. അത് വേറെയല്ല, തിരഞ്ഞിടും നേരം അന്വേഷിച്ചാൽ. ഗുരുദേവൻ വേറൊരു സ്ഥലത്ത് പറയും, തിരഞ്ഞു തേറിടേണം. അറിവും അറിഞ്ഞിടുമർത്ഥവും പുമാൻ തന്നറിവും ഒരാദിമഹസ്സു മാത്രമാകും. വിരളത വിട്ടുവിളങ്ങുമം മഹത്താമറിവിലമർന്ന് അതു മാത്രമായിടേണം. തത്, അത് മാത്രമായിടേണം. അല്ലെങ്കിൽ അത് തിരഞ്ഞു തേറണം. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ. അതൊന്നും ഈ കാലഘട്ടത്തിൽ പറ്റൂല. അതിനൊക്കെ മുൻപ് ജനിക്കണമായിരുന്നു. ഇപ്പൊ നമ്മൾ ജനിച്ചു പോയത് കാലം വൈകിപ്പോയി. അതുകൊണ്ട് നമ്മൾ കാശ് കൊടുത്ത് വിദ്യ വാങ്ങിക്കാൻ ഓടുകയാണ്, കത്തി കാണിച്ച് വിദ്യ വാങ്ങിക്കാൻ ഓടുകയാണ്. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ. ഉണരരുത്, ഇനി ഉറങ്ങിടാതിരുന്നീടണം അറിവായി. ഇതിനിന്ന് അയോഗ്യനെന്നാൽ പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞുവാഴും മുനിജന സേവയിൽ മൂർത്തി നിർത്തിടേണം. പഴയതും പുതുതും. ആദ്യം പറഞ്ഞത് പഴയത്. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ. അറിവൊക്കെ അർജുന ഞാൻ പറഞ്ഞുതരാം, പക്ഷെ നിനക്കിത് മനസ്സിലാവില്ല. കാരണം നീ ഇത് സേവിച്ചല്ല പഠിക്കുന്നത്. ഞാൻ അറിവിന്റെ സൂക്ഷ്മരൂപം നിനക്ക് പറഞ്ഞുതരാം, നിനക്ക് മനസ്സിലാവില്ല. കാരണം നീ ആയുധങ്ങൾ വേണ്ടിയാ യുദ്ധകളത്ത് നിൽക്കുന്നത്. അറിവ് അങ്ങനെ പഠിക്കാവുന്നതല്ല. നീ ഇപ്പൊ തൽക്കാലം ആയുധം വലിച്ചെറിഞ്ഞ് പാദാന്തികത്തിലേക്ക് ഇരുന്ന് പ്രപന്ന പാരിജാതായ എന്ന നിലയിൽ നിൽക്കുന്ന, ആശ്രയിക്കുന്നവന് കൽപ്പവൃക്ഷമായ ആ ഭഗവാന്റെ മുമ്പിൽ ഞാൻ അവിടുത്തെ ശിഷ്യനാണ് ശാധിമാൻ എന്ന് പറഞ്ഞു നിൽക്കുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, ഉറക്കില്ല. നീ യുദ്ധം തന്നെ ചെയ്യും. കാരണം നിനക്ക് ഈ പ്രപഞ്ചം ഉള്ളതാണ്. ഇത് പോകുന്നതിനുള്ള വഴി ഇതാണ്. ഉണരരുത്, ഇനി ഉറങ്ങിടാതിരുന്നീടണം അറിവായി. ഇതിനിന്ന് അയോഗ്യനെന്നാൽ പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞുവാഴും മുനിജന സേവയിൽ മൂർത്തി നിർത്തിടേണം. നാരായണൻ. മറ്റത് ശ്രീകൃഷ്ണൻ. മുഖ്യവസ്തു മഹത്കൃപയേവ ഈശ്വരകൃപാലേ സദ്വ. നാരദൻ. ദുർലഭം ത്രയമേതത്
ദൈവാനുഗ്രഹഹേതുകം മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശ്രയ. ശങ്കരൻ. ഒരു വള്ളി പുള്ളി വിസർഗം വ്യത്യാസമില്ല. അവരൊരുപോലെ ചിന്തിക്കുന്നു. ആ ചിന്തയിലേക്ക് കയറണമെങ്കിൽ അത് കയ്യിൽ വേണം. നമ്മുടെ കയ്യിലിരിപ്പം കൊണ്ട് കയറിയാൽ പോരാ. അപ്പൊ തിരഞ്ഞിടും നേരം ജിജ്ഞാസു ആകുന്ന സമയത്ത്. ഇന്ന് ഇതൊക്കെ പഠിക്കുന്ന നമ്മൾ ജിജ്ഞാസയൊന്നും ഉണ്ടായിട്ടല്ല. ജിജ്ഞാസ കൊണ്ടല്ല പഠിക്കുന്നത്. ഏതാണ് ഏറ്റവും ഉത്തമമായത് എന്ന് ചോദിച്ചാൽ കുട്ടിക്കാലത്ത് തോന്നും സന്യാസമാണ് ഉത്തമം. അതുകൊണ്ട് നിങ്ങളിലും എന്നിലും ഒക്കെ അതിനുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. റൈറ്റ്? ആഗ്രഹം ഉണ്ടാവുമെങ്കിലും നിലനിർത്താൻ കുറച്ച് പാടുകേടുകളുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ കുറെ പേര് ഗൃഹസ്ഥരായി, ഞങ്ങൾ കുറെ പേര് സന്യാസിമാരുമായി. അതൊരാഗ്രഹമാണ്, ജിജ്ഞാസയല്ല. അപ്പൊ ആ ആഗ്രഹത്തിന്റെ പേരിൽ ഇതൊക്കെ ആകുമ്പോൾ ഇത് കഴിഞ്ഞാൽ എന്തെങ്കിലും വേണ്ടേ? അതുകൊണ്ട് ഇങ്ങനെ ക്ലാസ് എടുക്കുന്നു. അപ്പോ ക്ലാസ് എടുക്കാൻ നിങ്ങളൊക്കെ വേണം ക്ലാസ്സിൽ വന്നിരിക്കാൻ. അതുകൊണ്ട് ഞാൻ വരുന്നു, നിങ്ങൾ ക്ലാസ്സിന് വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ജിജ്ഞാസ ഉണ്ടായിട്ട് വരുന്നതോ എനിക്ക് ജിജ്ഞാസ ഉണ്ടായി പഠിച്ച് കഴിഞ്ഞ് ഞാൻ പഠിപ്പിക്കാൻ വരുന്നതോ അല്ല. ഇത് ആധുനിക മാനേജ്മെന്റ് ലൈഫിന്റെ ഒരു പാർട്ട് മാത്രമാണ്. ഇസ് ഇറ്റ് റൈറ്റ്? ഇത് സ്വച്ഛന്തമല്ല. ഇപ്പൊ ഇങ്ങനെ ചിന്മയാംശം വിളിച്ചു കൂട്ടിയില്ലെങ്കിൽ നിങ്ങളൊക്കെ വീട്ടിൽ ഇരുന്ന് കപ്പയും കറിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. നിങ്ങൾ ആരും ഇത് എവിടെയാ കിട്ടുന്നേ അറിയുമെന്ന് പറഞ്ഞ് അന്വേഷിച്ച് കാശ് മുടക്കിയൊന്നും പോയി പഠിക്കാൻ പോകുന്നില്ല. ശരിയല്ല. ജിജ്ഞാസ ഉണ്ടായാൽ അതല്ല. ഇത് ഹിമാലയത്തിന്റെ ഉച്ചിയിൽ ഒരുത്തന്റെ കയ്യിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അവൻ നിരങ്ങിച്ചെന്ന് അവിടുന്ന് പഠിക്കും. മനസ്സിലായില്ല? ഇനി അടുത്ത കൊല്ലത്തെ നാരായണ ഗുരു സമാധി വേണം നാരായണ ഗുരുവിന്റെ ഒരു പുസ്തകം തുറക്കാൻ. സോ ദാറ്റ് ഇസ് ഡിഫറൻസ്. ഇതൊരു ഭൗതികമായ ഒരു അറിവ് പോലെ, ഒരു ഫിസിക്സ് പോലെ, കെമിസ്ട്രി പോലെ ഒക്കെ പഠിക്കുന്ന ഒരു സാധനം. മറ്റേതല്ല, ജിജ്ഞാസയാണ്. തെരഞ്ഞ് തേറണം. ഞാൻ ഇതിലെ വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയ ഉദാഹരണമൊക്കെ പറയുന്നത്. അല്ലാതെ എനിക്ക് നിങ്ങളെ പറ്റി എന്തെങ്കിലും പറയാനോ എന്നെ പറ്റി പറയാനോ അല്ല ഞാൻ ഈ ഉദാഹരണം പറയുന്നത്. ഇതിനകത്ത് തിരഞ്ഞിടും നേരം, തിരിയാതെ പഠിക്കുന്നവന് ഈ പ്രശ്നമില്ല. ഇതിലെ വാക്ക് മാത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇനി പുറത്തുനിന്നുകൊണ്ടെന്ന് പറഞ്ഞല്ല, തെറ്റിദ്ധരിക്കണ്ട. തിരഞ്ഞിടും നേരം, അന്വേഷിക്കുന്ന സമയത്ത്. എന്തിനെ അന്വേഷിക്കുന്നു? ഞാൻ കാണുന്ന ഈ പ്രപഞ്ചത്തെ അന്വേഷിച്ച് പഠിക്കുന്നവനെ സംബന്ധിച്ച്. ആത്മവിദ്യയെ അന്വേഷിക്കുന്ന കാര്യമല്ല ഇവിടെ പറഞ്ഞത്. ഇതെന്താണ് എന്ന് ഇതമെന്നറിയുന്ന ഈ പ്രപഞ്ചത്തെ തിരയുന്ന സമയത്ത് അറിയപ്പെടുന്ന ഇതെല്ലാം അറിവായിടും. അറിവല്ലാതെ വേറൊന്നുമില്ല. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എല്ലാം അറിവാണ്. അത് വേറെയല്ല, മറ്റൊന്നുമല്ല. ഇതിൽ ഈ പ്രാപഞ്ചികമായ അറിവിൽ, ശബ്ദമെന്ന അറിവിൽ, സ്പർശമെന്ന അറിവിൽ, രൂപമെന്ന അറിവിൽ, രസമെന്ന അറിവിൽ, ഗന്ധമെന്ന അറിവിൽ, ഈ അറിവിൽ അറിവല്ലാതെ എങ്ങുമില്ല വേറൊന്നും. എല്ലായിടത്തും അറിയപ്പെടുന്നതോ അറിയുന്നവനോ അറിയപ്പെടുന്നതിന് കാരണമായ ബുദ്ധിയോ ആകുന്ന ഏഴെണ്ണവും തള്ളി ആദ്യത്തതായ അറിവല്ലാതെ വേറെ യാതൊന്നുമില്ല. ആദ്യം അറിവ്, അതിൽ ഞാൻ അറിയുന്നു എന്ന അറിയുന്നവൻ, അതിൽ ഉളവാകുന്ന ബുദ്ധി, അതിൽ ഉളവാകുന്ന ശബ്ദസ്പർശ രൂപരസഗന്ധാദികളാകുന്ന അറിയപ്പെടുന്നതിന്റെ തന്മാത്രകൾ, ആ തന്മാത്രയുടെ വിസ്തൃതിയായ പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ എന്ന് പറയാവുന്ന
വിസ്തൃതമായ പ്രപഞ്ചം. അറിവ് മുതൽ അറിയപ്പെടുന്നതുവരെ 8 എണ്ണമാണ്. അറിവ് 1, അറിയുന്നവൻ 2, ബുദ്ധി 3. അപ്പൊ അറിവ്, അഹങ്കാരം, ബുദ്ധി, പഞ്ചതന്മാത്രകൾ 8. തന്മാത്രകളിൽ നിന്ന്, അറിവിൽ നിന്ന് ബുദ്ധിയിലേക്കും ബുദ്ധിയിൽ നിന്ന് അഹങ്കാരത്തിലേക്കും അഹങ്കാരത്തിൽ നിന്ന് അറിവിലേക്കും വിലയം പ്രാപിച്ചാൽ അറിവല്ലാതൊന്നുമില്ല. അപ്പോൾ ഈ കാണുന്നതെല്ലാം ഏകമായ അറിവാണെന്ന് അനുഭവിക്കുന്നവൻ ശാന്തൻ. ഇതാണ് ഇതിന്റെ പ്രക്രിയ. ഇതാ ഗുരുദേവൻ സിമ്പിളായിട്ട് പറയും. ഇതിൽ ഈ പ്രാപഞ്ചികമായ അറിവിൽ, അനുഭവത്തിൽ ഏകമാണ് അറിവെന്നതുകൊണ്ട്, അറിവിതിൽ ഒന്നായതുകൊണ്ട്, നോക്കുക, അറിയപ്പെടും ഇത് വേറല്ല. അത്രയും മനസ്സിലായി? അത്രയും മനസ്സിലായി? അറിയപ്പെടുന്ന ഈ ജഗത്ത് അറിയപ്പെടുന്നത് ശബ്ദസ്പർശരൂപരസഗന്ധങ്ങൾ കൊണ്ടാണ്. അത് ബുദ്ധിയുടെ കളിയാണ്. ആ ബുദ്ധി അഹങ്കാരജന്യമാണ്. അപ്പൊ അഹങ്കാരമാകുന്ന അറിയുന്നവനാണ് ഇതെല്ലാം. ആ അറിയുന്നവനെ ഉറ്റുനോക്കിയാൽ അറിയുന്നവൻ ഉണർന്നു വരുന്നതിന് മുമ്പ് അറിവേ ഉള്ളൂ. നിദ്രാദൗ ജാഗരസ്യാന്തേ. അപ്പൊ അറിവ് ഏകമാണ്. അറിവ് ഇതിൽ ഒന്നായതുകൊണ്ട്, ഇതിൽ അറിവ് ഒന്നു മാത്രമാണ്. ഞാൻ അറിയുന്നതിലെല്ലാം എന്റെ അറിവാണ് നിലകൊള്ളുന്നത്, വേറെ ഒരു അറിവില്ല. ഒന്നായതുകൊണ്ട് അറിവല്ലാതെ എങ്ങുമില്ല വേറൊന്നും. ഒന്നാം ഭാഗം അറിയപ്പെടുന്ന ജഗത്ത്, അതും അറിവും ഏകമാണ്. അതിനിടയിൽ വരുന്ന അറിയുന്നവനും തന്മാത്രകളുമെല്ലാം അതിൽ ലയിക്കുന്നു. ഒന്നാം ശ്ലോകം ക്ലിയറായി? എനി ഡൗട്ട്? നിദ്രാദൗ ജാഗരസ്യന്തേ യോ ഭാവ തം ഭാവം ഭാവയൻ രാമ. യോ ഭാവ തം ഭാവം ഭാവയൻ രാമ. ജീവൻ മുക്തോ ഭവേത്. രാമ, നീ ദശരഥനെയും കൊട്ടാരവും ഈ ചുറ്റുപാടും ഒക്കെ ഭാവിക്കാതെ നിദ്രയുടെ ആദിയിൽ, നിദ്രാദൗ ഉറക്കത്തിന്റെ ആരംഭത്തിൽ, ജാഗരസ്യാന്തേ ജാഗ്രത്തിന്റെ അന്ത്യത്തിൽ, ജാഗ്രത അവസാനിക്കുകയും നിദ്ര ആരംഭിക്കുകയും ചെയ്യുന്ന ദശാസന്ധിയിൽ നീ ഭാവിച്ചാൽ അറിവല്ലാതെ നീയില്ല, നിന്റെ അറിവാകുന്ന പ്രപഞ്ചവുമില്ല. അതാണ് നീയെന്ന് സദാ സർവദാ എല്ലാ അറിവിലും ഇരുന്ന് ഭാവിക്കുന്നു എങ്കിൽ നീതാ ഇപ്പോൾ ഇവിടെ വെച്ച് ജീവൻ മുക്തനാണ്. ഇനി ഒരു പണിയും ചെയ്യണ്ട. ഇതല്ലാതെ വേറൊരു പണിയും സനാതനധർമ്മത്തിനില്ല. ബാക്കിയൊക്കെ വേറെ കോപ്പിരാട്ടികൾ കാട്ടാതിരിക്കാൻ നല്ലതാണ്. കാരണം നമ്മൾ കുറെ നേരം തലയും കുത്തി നിന്നാൽ അത്രയും നേരമെങ്കിലും ലോകത്തിന് ഉപദ്രവം ഉണ്ടാകാതിരിക്കും. മനസ്സിലായില്ല? ഇവർ ഈ ക്ലാസ് വെച്ച് കയറി എത്ര വീട്ടിൽ സ്വസ്ഥത ഉണ്ടാവും. ഇപ്പൊ ഞാൻ അവിടുന്ന് പോകുന്നതോടുകൂടി അവിടെ ഇപ്പൊ എന്ത് സുഖമുണ്ടെന്നറിയോ? അവിടുത്തെ ചെടികൾക്കൊക്കെ ഇപ്പൊ ഒന്ന് നിവർന്ന് നിന്ന് ശ്വാസം വിടാം. മറ്റേ തപസ്വിയായ സ്വാമി, ഉജ്ജ്വലനായ സ്വാമി ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പള്ളിയും
അവിടുത്തെ കോൺഗ്രസ് പച്ചയും അവിടുത്തെ RSS പിള്ളയും ഒക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ വിഷമിച്ചിരിക്കുകയാണ്. സ്വാമിയെ കാണുമ്പോൾ കുനിയണം, വണങ്ങണം. സ്വാമിക്ക് എന്തു തോന്നും? മറ്റേ അതൊക്കെ സ്വാമിയെ കാണുമ്പോൾ തൊഴണ്ടേ, വണങ്ങണ്ടേ, സ്വാമിയുടെ മുമ്പിൽ എങ്ങനെയാ നിൽക്കണ്ടേ? പിന്നെ അവിടുത്തെ ജീവജാലങ്ങൾ, അവിടെ ഏതെങ്കിലും ഒരു ജീവി അതിലൂടെ നമ്മളിരിക്കുന്ന മുറിയിലൂടെ ഒന്ന് വിലങ്ങിയാൽ ആരെവിടെ? സംഗതി പെശകായി. അവിടെ പണിയെടുക്കുന്ന പണിക്കാർ, നമുക്ക് എന്തൊരു സ്വസ്ഥതയായിരിക്കും. വയ്യാവേലി ഇനി വൈകുന്നേരമേ വരൂ. പരമസമാനം. ഭാര്യയും പിള്ളേരും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത്രയും ഗുണം. നിങ്ങളുടെ കാര്യമോ അതും കൂടെ ഉണ്ട്. ആലോചിച്ച് നോക്കിയേ, പിള്ളേരിപ്പോഴായിരിക്കും വന്നത് അല്ലേ? നിങ്ങൾ അവിടുന്ന് ഇറങ്ങിയതോടുകൂടി സമാധാനായി. അച്ഛനമ്മമാര് വയസ്സായെങ്കിലും അവരുടെ കാര്യം പറയണ്ട. കാരണം ഇന്ന് നാരായണ ഗുരുദേവന്റെ സമാധിയാണ്, അവിടെ ഒരു ക്യാമ്പുണ്ട്, അവള് പോയിരിക്കുകയാണ്. ദൈവമേ, ഇന്ന് പഞ്ചസാര ഇട്ടൊരു ചായ തന്നെത്താനാണെങ്കിലും വെച്ച് കുടിക്കാം. ശരിയല്ല? അപ്പൊ അതുകൊണ്ട് ഈ മതത്തിന്റെ ചടങ്ങൊക്കെ നല്ലതാണ്. അത്രയും നേരം മറ്റുള്ളവർക്ക് ഉപദ്രവം വരില്ല. അല്ലാതെ ആനന്ദം കിട്ടാനാവുന്ന പ്രയോജനമാണെന്ന് തൽക്കാലം ധരിക്കണ്ട. മറ്റുള്ളവർക്ക് ഉപദ്രവം ഇല്ലാതാകുന്നത് കൊണ്ട് നമ്മുടെ അന്ധക്കരണം കുറച്ച് ശുദ്ധമാവും. അത്രയും വിചാരിച്ചാൽ മതി. മറ്റേ മുഴുവൻ സമയം നമ്മളെ കൊണ്ട് ശരിയല്ല. വീടിനൊക്കെ പൂജാമുറി ഉണ്ടായത് ഈ കാലഘട്ടത്തിൽ വലിയൊരു ആശ്വാസമാണ്. കാരണം കുറെ നേരം അതിനകത്ത് കയറി ഇരിക്കുമല്ലോ. പണ്ടുകാലത്ത് ഈ ക്ഷേത്രമൊന്നും നമുക്ക് ആരാധനയ്ക്കുള്ള സാധനമായിരുന്നില്ല. 37 ശേഷം നമ്മൾ അത് കയറാൻ തുടങ്ങിയത്. എല്ലാവർക്കും കയറ്റം അനുവദിച്ചത് കാരണം ഒരുപാട് ആശ്വാസം വന്നിട്ടുണ്ട്. കാരണം രാവിലെ ഇതുവെടുത്ത് ഇറങ്ങിക്കോളൂല്ലോ. പൂ പറിക്കണം, പൂക്കൂട വേണം, മാല കെട്ടണം, പിന്നെ അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം വെക്കണം, അവിടെ ചെന്ന് ഇതെല്ലാം വാങ്ങിക്കണം. എല്ലാമായിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഒരു 11 മണിയാകുന്ന നേരം വരെ എന്നെയും നിങ്ങളെയും കൊണ്ടുള്ള ശല്യം തീരും. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തില് കപ്പയിടുന്നതിനേക്കാൾ വാഴ വെക്കുന്നതിനേക്കാൾ ക്ഷേത്രം ഉണ്ടായാൽ അത്രയും മനുഷ്യനെ കൊണ്ടുള്ള ശല്യം കുറയും. ആത്മവിദ്യയുടെ പ്രകാശത്തിന് ഇത് പോരാ. ഇറ്റ് ഈസ് സ്റ്റിൽ ഡിഫറൻസ്. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. പരമാർത്ഥം നിങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെടാൻ കഴിയില്ല. അല്ലാതെ ആത്മവിദ്യ വികസിക്കുമായിരുന്നെങ്കിൽ നമ്മളൊക്കെ അങ്ങ് പരബ്രഹ്മ രൂപത്തിലെത്തുകയല്ലായിരുന്നു ഇത്രയും കാലം കൊണ്ട്. എത്ര കാലമായി നമ്മൾ ഈ പൂ പറിക്കാൻ തുടങ്ങിയിട്ട്? ശരിയല്ല. എത്ര കൊല്ലായി നമ്മൾ മണിയടിക്കാൻ തുടങ്ങിയിട്ട്? അടിച്ചടിച്ച് മണി പൊട്ടിയതല്ലാതെ നമുക്ക് വല്ല മാറ്റം വന്നോ? മാത്രമല്ല, നമ്മുടെ അഹന്തയും പ്രൗഢിയും ഒക്കെ ഈശ്വരനെയും കൂടെ നമ്മുടെ കൂടെയാണെന്നുള്ളതിലേക്ക് കുറെ വികസിക്കുകയത്. പണ്ടിവിടുന്ന് അവിടെ പോയി തൊഴിലേച്ച് വന്നപ്പോഴത്തേക്കാൾ കൂടുതൽ ഇപ്പൊ ഓടിയൊന്ന് വന്ന് പറഞ്ഞേച്ച് പോകാമെന്നുകൊണ്ട് ഇവിടുത്തെ അമ്മമാരൊക്കെ ഇപ്പൊ പിള്ളേരെ വരട്ടുന്നത് ഞാൻ ഇപ്പൊ പോയി ഗുരുവായൂരപ്പനോട് പറയുന്ന പറയും. ഇപ്പൊ ഗുരുവായൂരപ്പൻ ഇങ്ങനെ ഈ മടിക്കാതിരിക്കുന്ന പോലാണ് ഇപ്പം അമ്മമാര് സംസാരിക്കുന്നത്. ശരിയല്ല. അപ്പൊ അതിന്റെ ഒരു അഹന്തയും കൂടെ വന്നു. മുമ്പ് അത്രയും അഹന്തയില്ലായിരുന്നു. ഇത് കൂടുതലുള്ളൂ. മറിച്ചത് പോകാനുള്ള വഴി എവിടെയാണ്? നിദ്രാദൗ ജാഗരസ്യാന്തേ. ജാഗ്രത അങ്ങ് അവസാനിച്ചു, നിദ്ര ആരംഭിച്ചില്ല. അത്തരൊരു ദശാസന്ധിയുണ്ട്. യോ ഭാവ, ഏതൊരു ഭാവമാണോ അപ്പോൾ നിനക്കുള്ളത്. അവിടെ നീ നായരല്ല, അവിടെ നീ ഈഴവനല്ല, അവിടെ നീ ചട്ടമ്പിയല്ല, അവിടെ നീ ഗുരുവും ശിഷ്യനുമല്ല, അവിടെ നീ സന്യാസിയും ഗൃഹസ്ഥനും ബ്രഹ്മചാരിയും വാനപ്രസ്ഥനുമല്ല. അവിടെ ബ്രാഹ്മണൻ എന്ന് പറയാതിരുന്നത് ബ്രഹ്മജ്ഞാനിയാണ് ബ്രാഹ്മണൻ, ജാതിയല്ല. അതുകൊണ്ടാണ്. അതാ നായരും ഈഴവനും ഒക്കെ പറഞ്ഞത്. തെറ്റിദ്ധരിക്കണ്ട. ഇതൊന്നും നീയല്ല. കാരണം ആർക്കും ഒരാൾക്ക് സംശയം. സ്വാമി പറഞ്ഞപ്പോൾ നായരും ഒരു ഇങ്ങോട്ടേ പറഞ്ഞുള്ളൂ, മറ്റേ ആളെ വിട്ട് കളഞ്ഞു. കാരണം ഈ ഭാവം ഉണ്ടായാൽ അവനായി. അതുകൊണ്ടാണ്. ജാഗരസ്യാന്തേ നിദ്രാദൗ യോ ഭാവ തം ഭാവം. അതിനെ ഭാവിച്ചിട്ട്, ഭാവയൻ ഭാവിച്ചിട്ട്. എപ്പോഴും അതൊന്ന് ഭാവിച്ചു നോക്കി.
ആളുകളോട് ഇടപെടുമ്പോഴൊക്കെ ആരെങ്കിലും ഒരു വർത്തമാനം പറഞ്ഞാൽ ഉടനെ ജാഗ്രതയിൽ കയറി വരുന്നവന് പകരം ജാഗ്രത്തിന്റെ അന്ത്യത്തിലെ അവനൊന്നുണർന്നു വന്നാൽ പ്രതികാരമില്ല, പ്രതികരണവുമില്ല. നിദ്രാദൗ ജാഗരസ്യാന്തേ. അപ്പോഴായി ഇത് മനസ്സിലായെന്ന്. അവിടെ ഇരുന്നത് കൊണ്ടാണ് നാരായണ ഗുരുവിന് ഇത് മനസ്സിലായത്. അവിടെ ഇരിക്കാത്തതുകൊണ്ടാണ് നമുക്കിത് പറഞ്ഞു കിട്ടിയാലും മനസ്സിലാകാതിരിക്കുന്നത്. അപ്പൊ ഏകമാണ് അറിവ്. അറിവ് ഏകമായി, അറിവിതിൽ ഒന്നായതുകൊണ്ട്. ഒരു സംസ്കൃത പദവുമില്ല, മുഴുവൻ മലയാളമാണ്. അറിയപ്പെടും ഇത് വേറല്ല, പച്ച മലയാളം. ഇപ്പൊ തോന്നില്ലേ കുറച്ച് സംസ്കൃതം ഉണ്ടായിരുന്നെങ്കിൽ മനസ്സിലാവുമായിരുന്നു. ഇത് പഠിപ്പിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ മലയാളം നിങ്ങൾക്ക് മനസ്സിലാവില്ലെന്നല്ലേ അർത്ഥം. പഴയ പുസ്തകമൊക്കെ എഴുതി വെച്ച സംസ്കൃതത്തിലായതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്നതേ മലയാളം പിടിച്ചോ. നാരായണ ഗുരുവിന്റെ ഒന്നാം തരം മലയാളം ഒരു ചുക്കും ചുണ്ണാമ്പും മനസ്സിലാവില്ല. ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്തവണ സംഘാടകർ വിളിച്ചോ പറഞ്ഞ അറിവ് തന്നെ ആയിക്കോട്ടെ. നല്ല മലയാളം, അതിൽ ഒരു പദം പോലും, അതായത് വഴിയിൽ സംസാരിക്കുന്ന മലയാളം, അറിയപ്പെടും ഇത് വേറല്ല. ഇത് വിശദീകരിച്ച് പഠിപ്പിച്ചു എന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ തല്ലുകൊള്ളേണ്ടതാണ്. അറിയപ്പെടും ഇത് വേറല്ല, അറിവായിടും തിരഞ്ഞിടും നേരം. ജിജ്ഞാസു അന്വേഷിച്ചാൽ അത് അറിവാണ്. അറിവ് ഇതിൽ ഒന്നായതുകൊണ്ട്, അറിയപ്പെടുന്ന അറിവ് ഇതിൽ ഒന്നായതുകൊണ്ട്, ഏകമായതുകൊണ്ട്. ഒന്നായത് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഏകം എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഒന്നായതുകൊണ്ട് അറിവല്ലാതെ എങ്ങുമില്ല വേറെ ഒന്നും. പദ്യമല്ല, നല്ല ഗദ്യം പോലെ എഴുതിയിരിക്കുകയാണ്. കവിത ഗദ്യത്തോടെടുക്കുമ്പോഴാണെന്ന് ഡീക്വൻസി പറയും. കേട്ടിട്ടുണ്ടോന്നറിയില്ല. നല്ല കവിത ഉണ്ടാകുന്നത് അത് പദ്യരൂപം വിട്ട് ഗദ്യത്തോടടുക്കുമ്പോഴാണെന്ന് പറയും. അപ്പോഴത് ആശയഗാംഭീര്യവും കൂടുമെന്ന് പറയും. ഉടൻ മഹാദേവി ഇടത്തു കയ്യാൽ അഴിഞ്ഞ വാർപൂങ്കുഴൽ ഒന്നൊതുക്കി ജ്വലിച്ച കൺകൊണ്ടൊരു നോക്കു നോക്കി പാർശ്വസ്ഥനാകും പതിയോടുരച്ചൻ. നിരത്തി എഴുതി നോക്കി. നല്ല ഗദ്യം, പക്ഷെ ഗാംഭീര്യം. വള്ളത്തോൾ കവിതകളെല്ലാം ഗദ്യമാണ്. ഗദ്യം പദ്യമായിട്ട് ചൊല്ലുകയാണ് ചെയ്യുന്നത്. നിരത്തി എഴുതിയാൽ ഗദ്യമാണ്. ഗദ്യമേത് പദ്യമേതെന്ന് തിരിച്ചറിയാനാവാത്ത പോലെ മനോഹരമാകുമ്പോൾ കവിത മനോഹരമാകുന്നുവെന്ന് ഗദ്യ കവിതാകാരനായ ഡീക്വൻസി പറയും. ഡീക്വൻസിയുടെ കവിതകൾ ഗദ്യ കവിതകളാണ്. അതുകൊണ്ട് അറിവല്ലാതെ ഒന്നുമില്ല. അപ്പൊ നിരത്തി എഴുതി നോക്കുക. അറിയപ്പെടും ഇത് വേറല്ല, അറിവായിടും തെരഞ്ഞിടും നേരം, തിരഞ്ഞിടും നേരം അറിവായിടും. അറിവിതിൽ ഒന്നായതുകൊണ്ട് അറിവല്ലാതെ എങ്ങുമില്ല വേറൊന്നും. കഴിഞ്ഞു. സംശയം തീർന്നു. ഞാൻ മുമ്പേ ചോദിച്ചു സംശയം വല്ലതും ഉണ്ടോന്ന്. നിങ്ങൾ ചോദിച്ചില്ല, അതുകൊണ്ട് ഒന്നുകൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ചോദിച്ചില്ലെങ്കിലും എന്റെ ഭാഗത്ത് പറഞ്ഞു എന്ന് വന്നോട്ടെന്ന് വിചാരിച്ചു. 2, അറിവില്ലെന്നാൽ ഇല്ലീ അറിയപ്പെടും എന്നതുണ്ടിതെന്നാലും അറിവില്ലെന്നാൽ ഇല്ല, അറിയപ്പെടും എന്നതുണ്ടിതെന്നാലും അറിവൊന്നില്ലെന്നാൽ ഈ അറിവേതറിവിൻ അതല്ലറിഞ്ഞിടാം. അറിവൊന്നില്ലെന്നാൽ ഈ അറിവേതറിവിൻ അതില്ല അറിഞ്ഞിടാം. ഈ അറിവ്
ഏതറിവിന് അതില്ല അറിഞ്ഞിടാം. അറിവില്ലെന്നാൽ ഇല്ലീ അറിയപ്പെടുമെന്നത് ഉണ്ടിതെന്നാലും അറിവൊന്നില്ലെന്നാൽ ഈ അറിവ് ഏതറിവിന് അതില്ല അറിഞ്ഞിടാം. പച്ച മലയാളം വായിക്കാൻ എത്ര പാടാണെന്ന് നോക്കിയേ. എത്ര പാടാണെന്ന് നോക്കിയേ. ഇത് നാരായണഗുരു ആ കാലഘട്ടത്തിലെ മാനുഷികത്തെ ആക്ഷേപത്തിലൂടെ പറഞ്ഞതായി കൂടെ കൂട്ടാം. കാരണം തന്റെ ജന്മം കൊണ്ട് പുണ്യം പൂണ്ട ഭാരതം അറിവിനെ വകതിരിച്ച് സാധാരണക്കാരനിൽ അറിവെത്താത്തത് ഭാഷയുടെ പരിമിതി കൊണ്ടാണെന്ന് പണ്ഡിതന്മാർ നാടുനീള നടന്ന് സാമൂഹ്യ പരിഷ്കർത്താക്കളായി പറയുമ്പോൾ ഇതാ ഞാനതെല്ലാം പച്ചയായ മലയാളത്തിൽ പറഞ്ഞു തരാം, നിങ്ങൾക്ക് അതൊന്ന് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ എന്ന് പണ്ഡിതനോട് ചോദിക്കുന്ന പോലെയായിരുന്നു. നാക്കുളുക്കാതെ പച്ച മലയാളം വായിക്കാനെങ്കിലും പറ്റുമോ എന്ന് മനസ്സിലായില്ല. മലയാളിയുടെ ഒരു അഹന്തയുണ്ട്, അതിന് നേരെ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വായിച്ചു നോക്കുക. അറിവ് ഇല്ലെന്നാൽ, ബോധം ഇല്ലെന്നാൽ, ആദ്യം അറിയപ്പെടും ഇത് ഏകമായ അറിവായിത്തീരും എന്ന് സ്ഥാപിച്ചു. ഈ കാണായ ജഗത്ത് എല്ലാം ഏകമായ അറിവാണ്, ആദ്യത്തെ അറിവ്. ആ അറിവാണ് ഇവിടെ അറിവില്ലെന്നാൽ, ആ അറിവ് ഇല്ലെങ്കിൽ. ഉള്ളത് അത് മാത്രമേ ഉള്ളൂ എന്ന് ആദ്യം സ്ഥാപിച്ചു. വേറെ ഇല്ല, വേറെ ഒരു അറിവില്ല എന്ന് പറഞ്ഞാൽ ഈ അറിയപ്പെടുന്നതൊക്കെ ഇല്ലാത്തതാണ്. സത് അസത് വിലക്ഷണമായ മായയാണ്. അപ്പൊ ഉള്ളതോ അറിവ് മാത്രം. ആ അറിവ് ഇല്ല എന്നാൽ, അറിവില്ലെന്നാൽ, ബോധം ഇല്ലെന്ന് വന്നാൽ ഈ അറിയപ്പെടുമെന്നത് ഉണ്ടോ? അതിനുത്തരമാണില്ല. അറിയപ്പെടുമെന്നതില്ല. നിദ്രയില് ഈ പ്രപഞ്ചം ഇല്ല. എനിക്കില്ലെന്നല്ലേ ഉള്ളൂ. അവനുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ അവനുണ്ടെന്ന് അറിയുന്നത് ഉണർന്നിട്ടാ. അവനുണ്ടാകുന്നത് പോലും ബോധത്തിലാ. മനസ്സിലായില്ല? അത് മറന്നുകൊണ്ടാ ചോദിക്കുന്നത്. ഞാൻ ഉറക്കത്തിലായിരിക്കുമ്പോൾ എൻ്റെ കട്ടിലില്ല, ഞാൻ എന്ന ശരീരമില്ല, ചുറ്റുപാടുകളില്ല. എൻ്റെ ഉണർച്ചയോടുകൂടിയാണ് അതെല്ലാം വരുന്നത്. അപ്പോ എൻ്റെ മുറിയിൽ ഒരുത്തനെ ഇരുത്തിയിട്ടുണ്ട്, അവനിതുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ അതും ഉറക്കത്തിലേക്ക് പോകുന്നതിന് മുമ്പും ഉണർന്നു കഴിഞ്ഞുമേ അവനുള്ളൂ. ഇത് നിത്യവും അനുഭവിച്ചുകൊണ്ടായിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പഠിക്കാൻ വേറെ പുസ്തകമൊന്നും പഠിക്കണ്ട, വേറെ പണിയൊന്നും വേണ്ട. ബോധിക്കാൻ കഴിവ് വന്നവന് ഏറ്റവും വലിയ പുസ്തകം അവന്റെ ജാഗ്രതയും സ്വപ്നവും സുഷുപ്തിയാണ്. അതാണ് 3 അധ്യായമുള്ള പുസ്തകം. അതിൽ 1ഉം 2ഉം അധ്യായം കൊണ്ട് ഈ പ്രപഞ്ചം തീർന്നു. മനസ്സിലായില്ല? അതൊക്കെയാ വേദങ്ങളിലും ഉപനിഷത്തുകളിലും എഴുതി വെച്ചിരിക്കുന്നത്. അത് തപസ് ചെയ്ത് സ്വയം കണ്ടെത്തുന്ന മഹാപ്രതിഭകളുണ്ട്. അവർ പിന്നെ പുസ്തകത്തിലല്ല കാണുന്നത്, പുസ്തകമെല്ലാം ഒന്നാണ് അവർക്ക്.
ലോകത്തിന്നോളുണ്ടായ സമസ്ത ശാസ്ത്രങ്ങളും സമസ്ത വൈകൃതങ്ങളും സമസ്ത യുദ്ധങ്ങളും സമസ്ത സാമഗ്രികളും ജാഗ്രത് സ്വപ്നമെന്ന 2 അധ്യായം കൊണ്ട് തീർന്നു. വരുന്നവയും വരാനിരിക്കുന്നവയും വന്നു കഴിഞ്ഞവയും എല്ലാം. പിടികിട്ടിയില്ല. ചിലർക്കെങ്കിലും പിടികിട്ടി കാണുമെന്നായിരിക്കാം. ഉള്ളതും ഉണ്ടാകാവുന്നതും ഉണ്ടായതുമെല്ലാം എന്റെ ജാഗ്രത് സ്വപ്നം കൊണ്ട് തീർന്നു. ഞാനെന്ന അറിവ് സുഷുപ്തിയിലുമായി. അപ്പോ അറിയുന്നവനും അറിവും ജാഗ്രത് സ്വപ്ന സുഷുപ്തികളെന്ന 3 അധ്യായത്തിൽ അസ്തമിച്ചു. ചില സമർത്ഥന്മാർ ഈ പുസ്തകം പഠിക്കും. ഫീസ് കൊടുക്കാതെ പഠിക്കാവുന്ന സ്കൂളാ. അവിടെ പഠിപ്പിക്കുന്നവനും പഠിക്കുന്നവനും ഒക്കെ അവൻ തന്നെയാ, വേറെ ആരും വേണ്ട. പക്ഷെ അതിന് തന്തയും തള്ളി അവനും കൂടെ ഒരുമിച്ച് യോഗം ചെയ്തിട്ടുണ്ടാവണം, സുഹൃതം. ഇല്ലെങ്കിൽ ഈ സ്കൂളിൽ അഡ്മിഷൻ കിട്ടുകയില്ല. മറ്റേ സ്കൂളിൽ പൈസ കൊടുത്താൽ അഡ്മിഷൻ കിട്ടും. സെൽഫ് ഫിനാൻസിങ് ആണ്. ഇവിടെ ഫിനാൻസ് ഇല്ല. ഫിനാൻസ് അസ്തമിക്കുന്നിടത്താണ് ഈ സ്കൂള്. അതുകൊണ്ട് ചിലര് ഈ സ്കൂളിലാണ് അഡ്മിഷൻ തേടുക. ജന്മജന്മാന്തരങ്ങളായി കൊണ്ടുവന്നതിന് മുഴുവൻ ഈ സ്കൂളിൽ അഡ്മിഷൻ തേടി പഠിക്കാൻ പോയവരുണ്ട്. അവരറിയും, അവർക്ക് മനസ്സിലാവും. അറിവ് ഇല്ലെന്നാൽ, ഈ ബോധമില്ലെങ്കിൽ, ഇല്ലെന്ന് വന്നാൽ ഈ അറിയപ്പെടുമെന്നതില്ല. അറിയപ്പെടുന്നതായി തോന്നുന്ന ജഡ അജഡ ദർശനങ്ങൾ ഒന്നുമില്ല. ജഡ അജഡ ദർശനങ്ങൾ ഉണ്ടിതെന്നാലും ഈ അറിയപ്പെടുന്നത് എന്നാലുമില്ലേ എന്നാരെങ്കിലും ചോദിച്ചാൽ, എന്നാലും അറിയപ്പെടുന്നുണ്ടല്ലോ. ഞാൻ ഉറങ്ങിയപ്പോ ഗോപാലനെ അടുക്കി ഇരുത്തിയിരുന്നു, അവൻ കണ്ടു, അങ്ങനെ ഇല്ലേന്ന് ചോദിച്ചാൽ ഗുരുദേവനെ പോകുന്ന പോക്ക് നോക്കുക. അറിവില്ലെന്നാൽ ഇല്ലീ അറിയപ്പെടുമെന്നത്. ഉണ്ടിതെന്നാലും എന്നാലും ഉണ്ട്, അങ്ങനെ ഇല്ല ഒന്നും ആവില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ എന്ന് കരുതുന്നുവെങ്കിൽ, അറിവൊന്നില്ലെന്നാൽ ബോധത്തിലല്ലാതെ മറ്റെവിടെയെങ്കിലും ഈ അറിവ്, ഏതറിവ്? ഈ ജഡാജഡങ്ങൾ ഉള്ളതായി അനുഭവപ്പെടുന്നുണ്ടോ? എന്റെ ബോധത്തിലല്ലാതെ ഇതില്ല എന്നൊന്നാം ഭാഗം. 2ാം ഭാഗം, ഞാൻ ഉറങ്ങുമ്പോ വേറൊരുത്തൻ കണ്ടില്ലേ എന്ന രീതിയിൽ എന്നാലുമില്ലേ എന്ന് ചോദിച്ചാൽ, അറിവൊന്നില്ലെന്നാൽ എല്ലാം എവിടെയെങ്കിലും ഈ അറിവുണ്ടോ? അത് ഈ ജഡാജഡങ്ങൾ അറിവിലല്ലാതെ എവിടെയെങ്കിലും അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കാം. അപ്പോൾ ഇതമെന്ന അറിവ് ഏതറിവ് എന്ന് ചോദിച്ചു പോകുന്നു.